നിങ്ങൾക്ക് ഒരു വീടില്ല, ചേട്ടനൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഇത്ര കാലം എന്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് റൂം വൃത്തിയാക്കി കിടക്കും. ഞാൻ താമസിച്ച ലോഡ്ജിലെ റൂം എല്ലാം വൃത്തിയാക്കി 20 രൂപ തന്ന ആൾക്കാരുണ്ട്. കൊടുക്കണ്ടെന്ന് പറയുന്ന ആൾക്കാർ കൊടുക്കും. എന്റെ സുഹൃത്തുക്കൾ തന്നെ പറയും കൊടുക്കണ്ട, നമ്മളാളാണെന്ന്. നമസ്കാരം എല്ലാവർക്കും. നിങ്ങളുടെ കഥ ബാനുവിന്റെ കൂടെ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ വ്യക്തിയുടെ ജീവിതത്തിന്റെ കഥകൾ ഓരോ രീതിയിലായിരിക്കും. അങ്ങനെ യാത്ര ചെയ്യുന്ന ചില മനുഷ്യന്മാരുടെ കഥകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് സ്നേക് മാസ്റ്റർ എന്നറിയപ്പെടുന്ന വാവ സുരേഷ് ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. കുഴപ്പമില്ല, നല്ല കാലാവസ്ഥ. ചുമയും പനി അടിക്കാൻ സാധ്യതയുണ്ട്. നല്ല മഞ്ഞായിരുന്നു. ഇന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വാവ സുരേഷ് ചേട്ടൻ എത്തിയിട്ടുള്ളത് നമ്മളെ കൂർഗിലേക്കാണ്. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്? ഞാൻ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇസ്മയിലിൻ്റെ ഒരു അടുത്ത ആഴ്ച ഞങ്ങളൊരു പ്രോഗ്രാം, അതായത് ഓഗസ്റ്റ് 29 ഞങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് അറിയാനും അങ്ങനെയൊക്കെ വേണ്ടി വന്നതാണ്. വന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു, നൈറ്റ് യാത്ര ചെയ്തു. ഒരുപാട് നല്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലില്ലാത്ത കുറേ പ്രത്യേകതകളുണ്ട്. നല്ല ബെസ്റ്റ് നല്ല മഞ്ഞ്, അതോടൊപ്പം തന്നെ കുറേ നൈറ്റ് യാത്രയ്ക്കിടയിൽ ഞങ്ങൾ പല സുഹൃത്തുക്കളെയും കാണാനായിട്ട് പോയ സമയത്ത് ഒരുപാട് ആനകളെ കാണാൻ പറ്റി. ഒരുപാട് നല്ല യാത്ര. കൂർഗിന്റെ പ്രത്യേകത സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലില്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് കുറവാണ്. ഈ പൊന്മുടി മേഖലയിലൊക്കെ ഉള്ളൂ, പത്തനംതിട്ട ശബരിമല റൂട്ടിലൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ചൂട്. ഞങ്ങൾക്ക് മഴ പോലും ഇല്ല, മഴയില്ല. ഞങ്ങൾ ഭയങ്കര ചൂടായിപ്പോൾ ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ഈ വർഷത്തെ മഴ കിട്ടിയിട്ടേ ഇല്ല, ഭയങ്കര അല്ല. എന്നാലും കുഴപ്പമില്ല, നല്ല യാത്ര. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ കളക്ട് ചെയ്ത കുറച്ച് അതിഥികളുണ്ടായിരുന്നു. അവരെ ഞാൻ പത്തനംതിട്ട ശബരിമല കാടുകളിൽ വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ. ആദ്യം തന്നെ നമ്മൾ കുറേ താങ്ക് യു സോ മച്ച് പറയുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വിലയേറെ സമയമാണ് നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ സർ, നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് പേഴ്സണലായിട്ടും അല്ലാതെയും ആൾക്കാർക്ക് അറിയുന്നതും അറിയാത്തതായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ? പ്രശ്നമില്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, ഞാൻ ആ ചോദ്യം ചോദിക്കും. അപ്പോൾ സ്നേക്ക് റെസ്ക്യൂ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താ? കാരണം എല്ലാവരും പേടിക്കുന്ന സംഭവമാണ്. പാമ്പ് എന്ന് പറയുമ്പോൾ നെട്ടിട്ട് ഓടല നമ്മളല്ലോ. അപ്പോൾ ഈ ഒരു ഫീൽഡിനെ ചൂസ് ചെയ്ത് റെസ്ക്യൂ ചെയ്യുന്ന ആ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം എന്തായിരുന്നു? വേറൊന്നുമില്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. എൻ്റെ അമ്മ പയ്യൂനെ വളർത്തിരുന്ന അറിയാലോ, പയ്യൂനെയൊക്കെ വളർത്തി അതിൻ്റെ പാലൊക്കെ വിറ്റ് ജീവിച്ചിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എനിക്കപ്പോൾ 9 വയസ്സ് 9 വയസ്സൊക്കെ വരുള്ളൂ. അപ്പോൾ അമ്മയോടൊപ്പം പുല്ലരിയാനൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് പാമ്പതികളെ കാണാറുണ്ട്. അല്ലെങ്കിൽ തന്നെ അപ്പോൾ പാമ്പിൻ്റെ ദൂരെ നിന്ന് കാണുമ്പോൾ അമ്മ നമ്മളെ വിളിച്ചുകൊണ്ട് ഓടി പോകുന്നൊരു കാലഘട്ടം. പിന്നെ പാമ്പ് കീരി നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ദൂരെ നിന്ന് കാണാൻ പറ്റി. പാമ്പുകൾ നമ്മൾ ചുറ്റിപ്പനയുന്നത് ഒരിക്കലും നമുക്ക് ഇണചേലാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചുറ്റിപ്പന ഇപ്പോൾ ആൺചേരി നമ്മൾ ചുറ്റിപ്പനയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ദൃശ്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റി. ഉക്കൻ എന്ന് പറഞ്ഞാൽ ചെമ്പോത്തെന്നറിയപ്പെടുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള പക്ഷി പാമ്പിനെ എടുത്തുകൊണ്ട് പോകുന്ന കാണാൻ പറ്റി. ഇപ്പം അതുപോലെ തന്നെ മൂങ്ങ, രാത്രി ഒക്കെ ഇരിക്കുന്ന സമയത്ത് മൂങ്ങ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിൻ്റെ മുറ്റത്തു നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റി. അപ്പം ഇങ്ങനെ അതിനൊരു കൗതുകം തോന്നി തുടങ്ങിയ യാത്ര ഇപ്പം 39 വർഷം. 39 വർഷമായല്ലേ? അതെ. ആദ്യം എത്രാമത്തെ വയസ്സിലായിരുന്നു ഈ ഒരു പാമ്പ് പിടിക്കുക അല്ലെങ്കിൽ പാമ്പിനെ കണ്ട പേടി തോന്നിയിട്ടില്ല, ഞാൻ കയ്യിലെടുക്കും തോന്നിയത്? അതൊരു 13-14 വയസ്സ് കാലഘട്ടത്തിലൊക്കെ പാമ്പിനെ പിടിച്ചു തുടങ്ങി. അത് കൈകൊണ്ടല്ല, നമ്മൾ കുപ്പിയൊക്കെ വെച്ച് കമ്പിൽ തട്ടിക്കയറ്റി ചെറിയ വെള്ളം ചെറുപ്പം അങ്ങനെ കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിൽ വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന പാമ്പുകൾ, പിന്നെ ചേരയൊക്കെ ഇങ്ങനെ കയറിൽ കുരുക്കുണ്ടാക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടി തൂക്കി അവിടെ കൊണ്ടുവരുന്ന ആളുകളെ പേടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള സംരംഭമുണ്ട്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞൊരു 15-16 വയസ്സൊക്കെ പിന്നെ എനിക്ക് നിത്യസം ഇതിനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ യാത്ര ചെയ്തു തുടങ്ങി. കാരണം ഈ പാടവരമ്പിലൊക്കെ ഇരിക്കുന്ന മാളത്തെയും ഹോളിയും തലയിട്ടിരിക്കുന്നത് കാണാൻ നമ്മളെ കാണുമ്പോൾ തല വക്കത്തേക്ക് വരികയും പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ വീണ്ടും കുറച്ചുകൂടി തലയിടുന്നു. അങ്ങനെയൊക്കെ ഒരു കൗതുകം അതിൻ്റെ പിറകെ യാത്ര ചെയ്ത് തുടങ്ങി. അങ്ങനെ യാത്ര ചെയ്ത് തുടങ്ങി ഒരു 16-17 വയസ്സൊക്കെ ആയ സമയം കൊണ്ട് പിന്നെ എന്നെ ആൾക്കാരെൻ്റെ സേവനത്തിന് വേണ്ടി വിളിച്ചു തുടങ്ങി. അടുത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മൊബൈലിൻ്റെ കാലഘട്ടം വന്നതിന് ശേഷം, എനിക്ക് വന്നത് മൊബൈൽ റിലയൻസിൻ്റെ മൊബൈലാണ് ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ. അത് വന്നതിന് ശേഷമാണ് പിന്നെ കുറച്ചുകൂടി പോപ്പുലാരിറ്റിയായ ആൾക്കാരിനെ, പുറത്തുനിന്ന് ആൾക്കാരെ പാമ്പിനെ പിടിക്കാൻ വിളിച്ചു തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ടാണ് 39 വർഷമായെന്ന് പറഞ്ഞത്. ഇത്രയും ഒരു പേടി തോന്നിയിട്ടുണ്ടോ? ലോകത്ത് ഇതുവരെ എനിക്ക് ഭയം തോന്നിയിട്ടില്ല. ലോകത്തിന് ഒരു ജീവിയും ഭയപ്പെടാറില്ല. എന്തിനാ പേടിക്കുന്നത്? സത്യം പറഞ്ഞാൽ ലോകത്ത് മനുഷ്യനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളത് നമ്മളോടൊപ്പം ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കും നമ്മുടെ ആദ്യത്തെ ശത്രു. അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് മാത്രമേ നമ്മളെ വീഴ്ത്താൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് വരുന്ന ഒരാളിന് ഒരിക്കലും നമ്മളെ തളർത്താനോ വീഴ്ത്താനോ കഴിയുകയില്ല. പക്ഷെ നമ്മളെ കൂടെ സഞ്ചരിക്കുന്നവർക്ക്, നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ലോകത്ത് ഭയമുള്ളത് ഒറ്റ ജീവിയുള്ള ഈ പുല്ലൊക്കെ തിന്നുന്ന പുഴുവിന് എനിക്ക് ഭയങ്കര പേടിയല്ലേ? പാമ്പിനെ പേടിക്കാത്ത വാവാ സുരേഷിന് ചെറിയ പുഴു പേടിയാണ്. പേടിയായിട്ടല്ല, ഒരു കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു ശരീരം തളർന്നു പോകുന്നു. അതാണ് ഞാൻ ഭയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ മനുഷ്യനെ മാത്രമാണ്. എപ്പോഴെങ്കിലും ഒരു ജീവിതം അപകടമായും തോന്നിയിട്ടുണ്ടോ? പാമ്പ് കടിയേറ്റിട്ടോ അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യാൻ പോയിട്ടാകുമ്പോ ഞാനിപ്പോ മരിച്ചു അല്ലെങ്കിൽ അപകടം പറ്റി ഇതായി ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് എൻ്റെ റൂമെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് എൻ്റെ തുണിയെല്ലാം ഞാൻ തേച്ച് മടക്കി എൻ്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് റൂം വൃത്തിയാക്കി കിടക്കും. ഞാൻ താമസിച്ച ലോഡ്ജിലെ റൂം
റൂമെല്ലാം വൃത്തിയാക്കി കിടക്കണം, എൻ്റെ ബോഡി അവിടെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ താമസിച്ച ലോഡ്ജിൻ്റെ കോട്ടയത്തിലെ കടി കിട്ടി ഞാൻ നേരത്തെ സ്വപ്നം കാണുന്നു, എനിക്ക് കടി കിട്ടി ഞാൻ മരിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്നു. ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ദിവസം ഇത് തന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചു എല്ലാം ക്ലീൻ ചെയ്ത് എൻ്റെ തുണിയെല്ലാം പറക്കി അടുക്കി വെച്ച് എൻ്റെ മെമ്മൻറ്റോസ് എല്ലാം ഞാൻ പൊടി തട്ടി വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ തിരിച്ച് കടി കിട്ടി വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ബോഡിയായിട്ടേ വരുള്ളൂ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എൻ്റെ ആ ഒരു ഭയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു. മരണത്തെ ഞാൻ എപ്പോഴും എന്താ പറയുക ഉൾക്കൊള്ളുന്നത്, ഈ അടുത്ത നിമിഷം ഞാൻ മരണത്തെ മനസ്സിൽ കണക്ക് കൂട്ടുന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് സമയം 2-3 പ്രാവശ്യം അങ്ങനെ നടന്നില്ല. ഒരിക്കൽ ഈ കടി കിട്ടിയ സമയത്ത് ഈ മരണത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതും ഞാൻ തിരിച്ചു വന്നു. ഇതൊന്നും പിന്നെ എനിക്ക് പ്രശ്നമുണ്ട്. ഈ കടി ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ആരും അറിയാത്തൊരു കടിയായിരുന്നു. ഡിസംബർ ഈ കഴിഞ്ഞ 2025 ഡിസംബറിൽ കിട്ടിയ കടി. ഒരു മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ഒന്നല്ല 2 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു. ഇവിടെ എല്ലാം പഴുപ്പായിരുന്നു, നല്ല നേരം. ഇതെല്ലാം ഞാൻ തന്നെയാണ് ഓപ്പൺ ചെയ്ത് എല്ലാം ഇതിൻ്റെ പഴുപ്പും അതിൻ്റെ മാംസം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയത്. നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്യുന്നത്? എനിക്ക് അറിയില്ല. എനിക്കിപ്പോൾ ഒരു പാമ്പ് കടി കിട്ടുമ്പോൾ ഇത്ര അവിടെ കുറേ സെൽസൊക്കെ അങ്ങ് ഡെഡായി പോകും. അപ്പോൾ ഡെഡായി പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്നും എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എല്ലാം ഓപ്പൺ ചെയ്തെല്ലാം സിസർ വാങ്ങി, സർജിക്കൽ സിസറും സർജിക്കൽ ബ്ലേഡും വാങ്ങിയിട്ട് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള മാംസം എല്ലാം എടുത്ത് കളഞ്ഞ് ഇതെല്ലാം അത് തന്നെയാണ്. ഇങ്ങനെയല്ല ഇപ്പോൾ ഇത് കിട്ടിയത് അങ്ങനെയാണ്. ഇവിടുത്തെ വൈറ്റ് എല്ലാം കൂടി എനിക്ക് നോൺ വെനമസ് എല്ലാം കൂടെ 5000-ന് മേളിലുണ്ട്. പിന്നെ വെനമസ് ആയത് മാത്രം ഏകദേശം 500-നടുത്തുണ്ട്. 500-നടുത്ത് വന്നതിൽ ഏകദേശം ഡെഡ്ലി വെനമസ്, അതായത് മരണത്തെ മുഖാമുഖം കണ്ടത് സീരിയസ് ആയത് 16 പ്രാവശ്യം, അതിൽ 6 വെന്റിലേറ്റർ 10 പ്രാവശ്യം ഐസിയിലുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ അവസാനം എന്റെ ലോഡ്ജിലേക്ക് കൊണ്ടുവരണം, അപ്പൊ ചോദിച്ചോട്ടെ ഒരു കാര്യം, ലോഡ്ജ് എന്ന് പറയണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഒരു വീടില്ല? അല്ല, വീടില്ല. വീട്ടിലിപ്പോ ഉണ്ട്. അച്ഛനും അമ്മയും അനിയത്തിയും താമസിച്ചു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വീടില്ല. ഞാനും അമ്മയും അച്ഛനും ഒക്കെ ജനിച്ചു വളർന്ന ആ ഒരു സ്ഥലത്ത്, ഞാൻ ഞങ്ങൾ 4 പേര് ജനിച്ചു വളർന്ന വീട്ടിൽ 4 സെന്റ് സ്ഥലമുണ്ട്. അവിടെ കൊച്ചു വീടുണ്ട്. അപ്പോൾ അവിടെ പരിമിതികളുണ്ട്. അവിടെ ആകുമ്പോഴത്തേക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയത്തി ഉണ്ടായിരുന്നു, ചേട്ടന്മാരുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛനിപ്പോൾ മരണപ്പെട്ടിട്ട് 1 വർഷമായി, തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു, മരണപ്പെട്ട്. അനിയത്തി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്, മെഡിക്കൽ കോളേജിനടുത്ത് ഒരു ലോഡ്ജിലാണ് ഇപ്പോൾ താമസിപ്പിച്ചത്. 2 കിഡ്നിക്ക്, ഒരു കിഡ്നി പൂർണ്ണമായിട്ട് ഫെയിലിയറായി, മറ്റേ കിഡ്നിയുടെ ഏകദേശം ട്രീറ്റ്മെൻറ്റ് പകുതിയോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസമായി ഹോസ്പിറ്റലായി ഐസിയിലായിരുന്നു. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ലോഡ്ജിലാക്കി. അവിടെ ചേട്ടനും അടുത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരി കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീടായിട്ടൊന്നുമില്ല, പഴയ ഒരു കൊല്ലമഞ്ഞ് വീടാണ്. അത് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അമ്മയും ചേട്ടനും അവരൊക്കെ ലോൺ എടുത്തിട്ട് അത് ജപ്തിയായിരിക്കണം. അപ്പം സർക്കാരിൻ്റെ കയ്യിലാണ് ആ വീട് ഇരിക്കുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കാത്തതുകൊണ്ട് അവർ ജപ്തിയാക്കി ഇപ്പോൾ സർവേ നമ്പർ സർക്കാരിൻ്റെ പേരിലാണ്, ആ ബാങ്കിൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. അപ്പം ഇനി അത് എല്ലാം റിക്കവറി ആക്കി എടുക്കുക വലിയ പാടാണ്. കാരണം വെച്ചാൽ ഇനിയിപ്പം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാം കൂടി ഒരു ചളക്കുളം ആയി പോകുന്നതാണ്. വാവച്ചേട്ടൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയൊക്കെ പറയുന്നത് ജപ്തിയിലുണ്ട്, വീട് സ്വന്തമായിട്ട് വാവച്ചേട്ടൻ്റെ പേരിലൊന്നും ഇല്ലാന്ന്, ചേട്ടനൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഇത്ര കാലം അപ്പൊ ഈ ഫീൽഡിലുണ്ടായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല? ഈ ഫീൽഡിൽ ഒരിക്കലും ഞാനൊരു ഫീൽഡായിട്ട് ഒരു എന്താ പറയുക ജോബായിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റൊരു ഇത് ചെയ്തിട്ട് എനിക്ക് നാളെ ജീവിക്കാന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ഞാനിതിൻ്റെ ഫീൽഡിലേക്ക് വന്നത്. ഈ ജീവിയെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനോടൊപ്പം നമ്മുടെ വീടിന് എൻ്റെ സാധാരണ വീടുകളിലൊക്കെ കയറുന്ന അതിഥികളെ അവർക്ക് അപകടം കൂടാതെ സേവ് ചെയ്ത് കാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ പണ്ട് തൊട്ട് അങ്ങനെ ഞാൻ ചോദിച്ച് പൈസകൾ വാങ്ങാറില്ല. അത് മാത്രമല്ല കിട്ടുന്ന ഇപ്പം ഒരു 10-15 പാമ്പുകൾ ഒരുമിച്ചാകുമ്പോൾ ഞാൻ ഇതിനെ കൊണ്ട് കാട്ടി വിടുന്ന സമയത്ത് എനിക്ക് നല്ല എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ചിലവാക്കി വന്ന് കാറായിരുന്നു, അതൊക്കെ ടാക്സി പിടിച്ചൊക്കെ പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഇതെല്ലാം ബാധ്യതയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അപ്പോൾ അതിനുള്ള വരുമാനം ഉണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് 10-15 കേസുകളുണ്ട്. അപ്പോൾ 10-15 കോളുകളുണ്ട്. അപ്പോൾ കൊള്ള ചില സ്ഥലത്ത് നിന്ന് മാത്രമേ നമുക്ക് വണ്ടി കൂലിയെങ്കിലും കിട്ടാറുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ നമ്മളൊരു 1000 രൂപയ്ക്ക് വണ്ടിക്ക് 1000 രൂപ ചാർജ് ആവുന്ന സ്ഥലത്ത് അവർ 300 തരും, ഞാനത് വാങ്ങും. 200 തരുന്നുണ്ട്, ഞാൻ വാങ്ങും. എന്നാൽ 20 രൂപ തന്ന ആൾക്കാരുണ്ട്, 50 രൂപ തന്ന ആൾക്കാരുണ്ട്, 100 തന്ന ആൾക്കാർ. കൊടുക്കണ്ടെന്ന് പറയുന്ന ആൾക്കാർ കൂടുതൽ. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയും കൊടുക്കണ്ട നമ്മളാളാണെന്ന്. ഇപ്പം ഫ്രണ്ട്സുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് കൊടുക്കണ്ട, അത് ഞാൻ എൻ്റെ സുഹൃത്താണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് വേറെ ആരെങ്കിലും കടം വാങ്ങി പലിശക്ക് എടുത്ത് വണ്ടിക്ക് പൈസ കൊടുക്കേണ്ടിരുന്നു. അപ്പൊ അവര് നമുക്ക് സമ്പാദ്യങ്ങളും നേട്ടങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ജീവിതത്തിൽ പാമ്പ് മേഖലയിൽ വന്നിട്ട് എനിക്ക് ഞാനത് ഒരു ഇതായിട്ട് കുറവായിട്ടും കാണാറില്ല, പക്ഷെ നഷ്ടങ്ങൾ മാത്രമേ. ഒന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നം നഷ്ടമാണ് നമുക്ക് ഏറ്റവും വലിയ. നമ്മൾ കാണുമ്പോൾ വാവച്ചേട്ടന്റെ കൈ ആയിക്കോട്ടെ കാലായിക്കോട്ടെ എത്ര മുറിവുകളല്ല, കാരണം ഒരു വെള്ളം മുറിച്ചത് എത്ര വലിയ നഷ്ടം. കാരണം നമുക്ക് വേറെ എന്ത് പോയാലും ഒന്നും കൂടി എടുക്കാൻ പറ്റും, പക്ഷെ ശരീരത്തിന്റെ ഓരോ ഭാഗം നഷ്ടപ്പെട്ട ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ആദ്യത്തെ കടിയിൽ തന്നെ ഉണ്ടായതാണ്. ആദ്യത്തെ കടിയിൽ നല്ല സീരിയസ് ആയി ട്രീറ്റ്മെന്റ് ലിവർ ഫാറ്റ്നസ് ഒന്നും അന്ന് തൊട്ട് ഇന്ന് വരെ ലിവറിന് പ്രോബ്ലം ഉണ്ട്. 25 വർഷത്തോളം ആവുന്നു ആദ്യത്തെ കടി, 25 വർഷത്തിനടുത്താവുന്നു ആദ്യത്തെ കടി.
അത് കഴിഞ്ഞിട്ട് അന്ന് ലിവറിന് വീക്കം ഉണ്ടായിരുന്നു. കാരണം അമിതമായിട്ട് എന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നല്ല മരുന്നൊക്കെ അമിതമായിട്ട് ഇരുന്ന സമയത്ത് ഞാൻ കള്ളു കുടിക്കാറില്ല, സെർട്ട് വലിക്കാറില്ല. സെർട്ട് വലിച്ചിട്ടുണ്ട്, എൻ്റെ 9ാമത്തെ വയസ്സിൽ സെർട്ട് വലിക്കും. 9-10 വയസ്സിനൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് എന്താണെന്ന് ആളുകൾ വലിച്ചിങ്ങനെ എറിയുന്ന സമയത്ത് റോട്ടിൽ പോയി അതെടുത്ത് ഒളിച്ചൊളിച്ച് ബാത്റൂമിൽ വലിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകാർ ചേർന്ന് വലിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇതുവരെ സെർട്ട് വലിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല. പക്ഷേ ലിവർ ഫാറ്റ്നസ് വന്നത് ഇതുകൊണ്ട് മാത്രം, ട്രീറ്റ്മെൻറ്റിൻ്റെ കൊണ്ട് അമിതമായിട്ട് മരുന്ന്. ഇപ്പോൾ തന്നെ 16 പ്രാവശ്യം മരുന്നെടുക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ കോട്ടയത്തുള്ള കടിയിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് കൊടുക്കാൻ പറ്റുന്നതിനപ്പുറം മെഡിസിൻ തന്നു. ഒരാളെന്ന് വെച്ചാൽ 30 വയൽ ആൻറ്റിവരം 35 വയൽ ആൻറ്റിവരം പരമാവധി കൊടുക്കാൻ പറ്റും. എനിക്ക് 65 തന്നത്. 65 വന്നിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഇതെല്ലാം അമിതമായിട്ടുള്ള മരുന്നുകളല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഓരോരോ അവയവങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് ലിവർ പോകാം, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ കിഡ്നിയുടെ എഫക്റ്റ് ഉണ്ടാവാം, പിന്നെ അങ്ങനെ ഓരോന്ന് വരുന്നതായിട്ട് നമുക്ക് തകരാറിൽ വരും. അപ്പം പ്രായം കൂടി വരുന്നതിനനുസരിച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത്രക്കെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇതന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം നിർത്തിക്കൂടെ? മതിയില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇതൊരു ഒരു അംബീഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ദൗത്യമായിട്ട് ഞാൻ ഒരിക്കലും ഒരു വരുമാന മാർഗ്ഗമല്ല. വരുമാനം ഇതിൻ്റെ പിറകെ സഞ്ചരിച്ചിട്ട് എനിക്ക് എത്രയോ കണക്കിനപ്പുറം എനിക്ക് നഷ്ടമാണ്. ഇപ്പോൾ ശാരീരികമായിട്ട് അസുഖം മറ്റ് അസുഖങ്ങളൊന്നും കിട്ടുന്ന. ഇപ്പം എനിക്ക് ഒരു പഴയ മേശരി പണിക്ക് പോകാൻ പറ്റില്ല, കാരണം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അറിയാലോ. ഇത് മടങ്ങത്തില്ല, ഇതെല്ലാം ഒരുമിച്ച് വരത്തില്ല, ഇപ്പോൾ ഇതിങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പഴയ പണി. അപ്പോൾ ഇനി ഇതിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കുറേ കൂടെ എനിക്ക് കിട്ടിയ അറിവുകളെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അവയർനെസ് ക്യാമ്പുകളൊക്കെ ചെയ്ത് ഇത്രയും യാത്രകളൊക്കെ ചെയ്യുന്നതിനാണ്. അപ്പോൾ ഫാമിലിന്റെ സപ്പോർട്ട് ഒട്ടും ഇല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എങ്ങനെയാ ഫാമിലി സപ്പോർട്ട്? ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഞാനൊരു കടിയുട്ടി കിടക്കുമ്പോൾ, ഞാൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, ഐസിയിൽ കിടക്കുമ്പോഴൊക്കെ എന്നെ കാണുന്നത് എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയൊക്കെയാണ്. അപ്പോൾ അവർക്ക് അമ്മ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കുറേ മനസ്സിലാക്കിയെടുത്തു. അമ്മ കരയാറൊന്നുമില്ല. അമ്മയ്ക്ക് എനിക്ക് ഞാൻ മരിക്കുമെന്നുള്ള അമ്മ കരയാറുണ്ട്. കാരണം അമ്മ ഞാൻ ആ രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ. പിന്നെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഞാൻ ഏറ്റെടുത്തൊരു ദൗത്യമില്ല, അതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, അവസാനം എനിക്ക് 2025 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങൾ 3 കടി കിട്ടി. ഞാൻ ഒരു സഹോദരങ്ങളെ അറിയിച്ചില്ല, എൻ്റെ വീട്ടിലാരെയും അറിയിച്ചില്ല, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊന്നും അറിയിച്ചില്ല. ഞാൻ നേരെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ വിളിക്കുന്നു, അവിടെ പോയി അഡ്മിറ്റ് ആവും. അവിടെ നിന്ന് എൻ്റെ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ച് കാപ്പി വാങ്ങിക്കൊണ്ട് വരാം. അപ്പോൾ അവർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വാങ്ങി വരാറില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വാങ്ങും, ഉച്ചയ്ക്ക് കിട്ടില്ലെങ്കിൽ വൈകിട്ട് വാങ്ങും. അങ്ങനെ വാങ്ങി കഴിച്ചാണ് ഇപ്പോൾ ഈ 3 കടികളും കിടന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ചോദിച്ചു. ഇപ്പോൾ പരമാവധി ആരെയും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കും. തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഞാൻ ആരെങ്കിലും സഹായത്തിന് വിളിക്കാറുള്ളൂ. അപ്പോൾ ചേട്ടൻ ഇപ്പം അമ്മയുടെ കാര്യം പറഞ്ഞു, സഹോദരങ്ങളുടെ കാര്യം, അപ്പോൾ ഭാര്യ? ഞാൻ 10-15 വർഷമായി അവർ പിരിഞ്ഞ് പോയിട്ട്. പിന്നെ